സിംഗിൾ ഓണർ കിടക്കുന്ന വാഹനമാണ്. 22 മോഡൽ 55,000 കിലോമീറ്ററോടെ സ്പോർട്സ് ഓപ്ഷൻ പെട്രോൾ i20. ടയേഴ്സ് അത്യാവശ്യം നല്ല ടയേഴ്സ് ഉണ്ട്. ഓക്കെ, എടുത്തപാട് മാറേണ്ട ആവശ്യമൊന്നുമില്ല. കുറെ ഓടിയിട്ടൊക്കെ മാറാനുള്ള ടയേഴ്സ് ഉണ്ട് ഇപ്പം നിലവിൽ. പ്രൈസ് എങ്ങനെയാണ്? RXL മിഡിൽ ഓപ്ഷൻ. കിലോമീറ്റർ 45. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ 20 മോഡൽ 15 മോഡൽ 16 രജിസ്ട്രേഷൻ 16. ഓക്കെ, ഓട്ടോ എത്രയായി? ഓട്ടം 33,000. ലോ കിലോമീറ്റർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. സെക്കൻഡ് ഓണർഷാണ്, അതായത് അമ്മേന്റെ അടുത്ത് നിന്ന് മകളെ പേരിലേക്ക്. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിതാ കണ്ണൂർ കൂത്തുപറമ്പ് വന്നിരിക്കുകയാണ്. മാർവൽ മോട്ടോഴ്സ് മനസ്സിൽ സ്വാഗതം. അപ്പോൾ എല്ലാ സെഗ്മെന്റ് വണ്ടികളും ലഭിക്കുന്ന ഷോറൂമാണ്. നമുക്കിത് സ്റ്റാർട്ടിംഗ് റേഞ്ച് എത്ര മുതൽ ഉണ്ടാവും? ഏകദേശം സ്റ്റാർട്ടിംഗ് റേഞ്ച് നമുക്കൊരു 3 lakhs മുതൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യും. ലോൺ ചെയ്യാൻ പറ്റുന്ന പോലത്തെ വണ്ടി സംതിങ് ഉള്ള വണ്ടികൾ മുതൽ നമുക്കിവിടെ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഓക്കെ, പുറകിൽ കുറെ സാൻഡ്രോ കാര്യങ്ങളൊക്കെ അതൊക്കെ എത്രയാ? അതൊക്കെ നമുക്കൊരു 1 lakhന് താഴെയുള്ള വണ്ടികളാണ്. 1 lakhന്റെ ക്യാഷ് കൊടുത്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന പോലത്തെ ലോ ബഡ്ജറ്റ് വണ്ടികൾ. അപ്പോൾ ലോൺ കിട്ടുന്ന വണ്ടികൾ 3 ലക്ഷം മുതലുള്ള വാഹനങ്ങളുണ്ട്, കൂടിയ വാഹനങ്ങളും എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും കണ്ടു നോക്കാം. ഇത് കായലോടാണ് ലൊക്കേഷൻ വരുന്നത്. കൂത്തുപറമ്പിന്റെ അടുത്ത് കായലോട് അല്ലേ? അതെ, കണ്ണൂർ കൂത്തുപറമ്പ് റൂട്ടിൽ. കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വണ്ടീന്റെ ക്വാളിറ്റി നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് തന്നെ എടുക്കുക. എന്താണ് കാര്യങ്ങൾ എന്ന് വെച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാമല്ലോ. ഓ, പക്ക എല്ലാ കാര്യങ്ങളും നമ്മൾ പക്ക പറഞ്ഞു കൊടുക്കും. പിന്നെ മുന്നേ നമ്മുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ പറയുന്ന വില കൂടുതലാന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. പക്ഷെ നമ്മള് ഒരു വണ്ടീനെ വില പറയുന്നതിന് കറക്റ്റ് ഓണർഷിപ്പ്, കിലോമീറ്റേഴ്സ്, വണ്ടിക്ക് എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടോ കാര്യങ്ങളുണ്ടോ എല്ലാം പറഞ്ഞിട്ടാണ് നമ്മൾ വണ്ടീന്റെ വില പറയുന്നത്. അപ്പോൾ നമ്മൾ ജെന്യൂൻ ആയിട്ട് കാര്യങ്ങൾ പക്ക ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മൾ വണ്ടീന്റെ വിലയും കസ്റ്റമർ ഡീൽ ചെയ്യുന്നല്ലോ. ഓക്കെ, വില എന്തായാലും ഒരു ഫൈനൽ റേറ്റിലേക്ക് എത്തിച്ചിട്ടുണ്ടോ? എല്ലാത്തിനും പൈസ പറയുന്നുണ്ട്. ആ പൈസയിൽ നെഗോഷ്യബിൾ ആണ് ചെറിയ രീതിയിൽ. ഓക്കെ, അങ്ങനെയാണ്. എന്തായാലും കണ്ടു നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ വീഡിയോയിൽ തന്നെ ഉണ്ട്, അതിലേക്ക് വിളിച്ചാൽ മതി. നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, നമ്മുടെ ആദ്യ വാഹനം മാരുതി സുസുക്കി സിയാസ് ആണ്. KL 59 കണ്ണൂർ തളിപ്പറമ്പ് രജിസ്ട്രേഷൻ വാഹനം. നല്ലൊരു സെഡാൻ കാറ്റഗറി നോക്കുന്നവരാണെങ്കിൽ എടുക്കാൻ പറ്റിയ നല്ലൊരു വണ്ടി അല്ലേ? നല്ല സ്പേസ് ഉണ്ട്, നല്ല വലുപ്പം, പിന്നെ എന്താ പറയുക, വലിയ മെയിൻ്റനൻസ് ഉണ്ടാവില്ല, കംഫർട്ടും ഉണ്ട്. എല്ലാം കൊണ്ടും ഒരു അടിപൊളി സെഡാൻ കാറ്റഗറി വാഹനമാണ്. ഇതേതാ മോഡൽ ബ്രോ? ഇത് 2014 മോഡൽ 15 രജിസ്ട്രേഷൻ. ഓക്കെ, ഓപ്ഷൻ VXI പ്ലസ് ആണ്. പ്രൊജക്ടർ ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെ വരുന്ന മോഡലാണ്. ഫോഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, കുഴപ്പമില്ലാത്ത ടയേഴ്സ് ആണ്. പിന്നെ കിലോമീറ്റർ 80,000. ഓണർഷിപ്പ് സിംഗിൾ ഓണർ കിടക്കുന്ന വണ്ടി. 14 മോഡൽ 15 രജിസ്ട്രേഷൻ. സിയാസ് വന്ന കൊല്ലം അല്ലേ? അതെ. ഓക്കെ, ക്ലെയിമോ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ക്ലെയിം ബോണറ്റ് മാത്രം. ബോണറ്റ് മാറിയിട്ടുണ്ട്. അത് കമ്പനി തന്നെ? അത് കമ്പനി തന്നെ. ഓക്കെ, ബോണറ്റ് മാത്രം. ഉള്ളിലേക്കൊന്നും പരിക്കൊന്നുമില്ല? ഉള്ളിലേക്ക് പരിക്കും മേജർ ആയിട്ടൊന്നുമില്ല. ഓക്കെ, പ്രൈസ് എങ്ങനെയാ ഇതിന്റെ? പ്രൈസ് നമുക്ക് 4,20,000 വണ്ടി കൊടുക്കും. 4,20,000 ഫൈനലാണോ? ചെറിയ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ജെന്യൂൻ കസ്റ്റമർ നമുക്ക് എന്തായാലും ചെയ്ത് കൊടുക്കും, കുഴപ്പമില്ല. ഓക്കെ, 4,20,000 2014 മോഡൽ 15 രജിസ്ട്രേഷൻ VXI പ്ലസ് 80,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് സിയാസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. പെട്രോൾ വണ്ടിയാണ്. മൈലേജ് ഒരു 12-15 റേഞ്ചൊക്കെ ഏകദേശം. ലോൺ കയറില്ലേ? ലോൺ കയറും. എത്ര വരെ കിട്ടും? ഒരു അത്യാവശ്യം ബാക്കിയുള്ള ആളെ പ്രൊഫൈലും കാര്യങ്ങളും നോക്കിയിട്ട് ഒരു 4 ലക്ഷം റുപ്യേന്റെ അടുത്ത് വരെ കയറേണ്ടതാണ്. 4 ലക്ഷം വരെ കിട്ടാൻ ചാൻസ്. അടുത്തത് വെറും 3.5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്കൊരു XUV 500 കൊണ്ടുപോകാം. KL 53 രജിസ്ട്രേഷൻ വരുന്ന വണ്ടി. 5333 ഒരു അടിപൊളി നമ്പറിലും അല്ലേ? അതെ. ഏതാ മോഡൽ ഇത്? ഇത് 2012 മോഡലാണ്. 13 രജിസ്ട്രേഷൻ. 13 രജിസ്ട്രേഷൻ വരുന്ന വാഹനം. ഓപ്ഷൻ ഏതാ വരുന്നത്? ഓപ്ഷൻ W6. ഓക്കെ, അന്നത്തെ ടോപ്പ് എൻഡ് എന്ന് പറയുന്നത് W8 ആണ്. അതിന്റെ തൊട്ട് താഴെ ഓപ്ഷൻ വരുന്ന വാഹനമാണ്. ഇതിലും ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും അവൈലബിൾ ആണ്. ഓക്കെ, പിന്നെ ഷേപ്പ് മാറിയിട്ടുണ്ട് കേട്ടോ. അന്ന് ഈ ഷേപ്പല്ല വരിക, ഇതിന്റെ സെക്കൻഡ് ഷേപ്പിലോട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനത്തെ ഒന്നുമില്ല. 170 ഓടിയിട്ടുണ്ട് അല്ലേ? 170 ഓടിയിട്ടുണ്ട് വണ്ടി. ഓക്കെ, സർവീസ് ഒക്കെ പോയിട്ടുണ്ടോ? സർവീസ് ഒക്കെ അത്യാവശ്യം ഓക്കെ. വണ്ടി അത്യാവശ്യം നല്ല കണ്ടീഷനുള്ള വണ്ടി തന്നെയാണ്. വണ്ടി കണ്ടീഷൻ ആണല്ലേ? ഓക്കെ, അപ്പോൾ കുഴപ്പമില്ലാത്ത ടയർ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 3.5 ലക്ഷത്തിനാണ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നത്. സെക്കൻഡ് ഷേപ്പിലേക്ക് മാറിയ വണ്ടിയാണ്. റേറ്റ് ഫിക്സഡ് അല്ല, ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടെന്ന് നോക്കിയാൽ ലോണ് ഈ ഒരു വർഷം വെച്ചിട്ട് ചാൻസ് കുറവാണ്. നോക്കാം. ഓക്കെ, ഫിനാൻസുകളൊക്കെ കിട്ടാൻ ചാൻസ് ഉള്ളൂ. ബാങ്ക് ലോണ് ചാൻസ് കുറവാണ്. അപ്പോൾ താല്പര്യം ഉണ്ട് എന്തായാലും വിളിച്ചോളൂ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത വാഹനം Hyundai i20 KL 58 തലശ്ശേരി രജിസ്ട്രേഷൻ ആണ്. ഇതും കണ്ണൂർ ജില്ല തന്നെ. ന്യൂ i20 അല്ലേ? ഏതാ മോഡല്? ഇത് 2022 മോഡൽ. 22. ഓപ്ഷൻ ഏതാ വരുന്നത്?
സ്പോർട്സ്, ആസ്റ്റ ഓപ്ഷനിൽ ആസ്റ്റ സ്പോർട്സ്. അതെ, അങ്ങനെ ഒരു മിഡിൽ ഓപ്ഷനായിട്ട് വരുന്ന വാഹനമാണ്. ഇതിൽ വീൽ കപ്പൊക്കെ അലോയ്സ് പോലെ തോന്നിക്കും, പക്ഷേ അലോയ്സ് അല്ല. ഓക്കെ. പുഷ് ബട്ടൺ ഉണ്ടോ സ്പോർട്സിൽ 22-ൽ? പുഷ് ബട്ടൺ ഇല്ല അല്ലേ? പുഷ് ബട്ടൺ ഇല്ല. ബാക്കി സ്റ്റിയറിംഗ് കൺട്രോൾസ്, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്, അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന വാഹനമാണ്. പിന്നെ ക്ലെയിമോ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഒന്നുമില്ല. കിലോമീറ്റർ 55,000. ഓണർഷിപ്പ് സിംഗിൾ ഓണർ കിടക്കുന്ന വാഹനമാണ്. 22 മോഡൽ, 55,000 കിലോമീറ്ററുടെ സ്പോർട്സ് ഓപ്ഷൻ, പെട്രോൾ i20. മൈലേജ് ഒരു 11, 14, 15 വരെയൊക്കെ ഏകദേശം മൈലേജ് പ്രതീക്ഷിക്കാം. ഓക്കെ. ഒരു ക്ലെയിം ഇല്ല അല്ലേ? ഒരു ക്ലെയിം. വണ്ടി നല്ല നീറ്റ് വണ്ടി. ഇത് ടയേഴ്സ് പുതിയതാ? ടയേഴ്സ് അത്യാവശ്യം നല്ല ടയേഴ്സ് ഉണ്ട്. ഓക്കെ. എടുത്തപാട് മാറേണ്ട ആവശ്യമൊന്നുമില്ല, കുറെ ഓടിയിട്ടൊക്കെ മാറാനുള്ള ടയേഴ്സ് ഉണ്ട് ഇപ്പം നിലവിൽ. പ്രൈസ് എങ്ങനെയാ? പ്രൈസ് നമുക്കൊരു 660 കൊടുക്കാം. 660? അല്ല 630, സോറി, 6,30,000 രൂപ. ഓക്കെ. 630 നിങ്ങൾക്ക് ഈ ഒരു വാഹനം കൊണ്ടുപോകാം. പ്രൈസ് നെഗോഷ്യബിൾ അല്ലേ? നെഗോഷ്യബിൾ ആണ്. ഓക്കെ. അപ്പോൾ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. താല്പര്യമുണ്ട് എന്തായാലും നോക്കിക്കോ. പിന്നെ ഈ i20 തന്നെ നിങ്ങൾക്ക് CNG ആയിട്ട് ഉപയോഗിച്ചാൽ അത്യാവശ്യം മൈലേജ് കിട്ടും. i20 ഓടിക്കാനുള്ള സുഖം വേറെ തന്നെയാണ്. അപ്പോൾ താല്പര്യമുള്ള എന്തായാലും വിളിച്ചോ. മാക്സിമം ലോൺ കയറോ? എത്ര കിട്ടും? 5.3. നല്ലൊരു പ്രൊഫൈൽ ആണെങ്കിൽ ഫുൾ ലോൺ കയറുന്ന പോലത്തെ വണ്ടിയാണ്. ഫുൾ ലോൺ. ഓക്കെ. 630 ചോദ്യം. ഓക്കെ. അടുത്ത വാഹനം എന്താ? റിനോ ക്വിഡ് KL58 തലശ്ശേരി രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. ഏതാ മോഡൽ ഇത്? ഇത് 2020 മോഡലാണ്. 20 ക്വിഡ് ആണ്. ഓക്കെ. ഓപ്ഷൻ ഓണർഷിപ്പ് കിലോമീറ്റർ? ഓപ്ഷൻ RXL മിഡിൽ ഓപ്ഷൻ. കിലോമീറ്റർ 45. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. 20 മോഡൽ, 45,000 കിലോമീറ്റർ ഓടിയ മിഡിൽ ഓപ്ഷൻ ക്വിഡ് ആണ്. 1000 cc അല്ല? ഓക്കെ. മൈലേജ് ഒരു 17-19 റേഞ്ചൊക്കെ ഏകദേശം മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റുന്ന വാഹനമാണ്. ക്ലെയിമോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? ബാക്കിലെ ഡിക്കി മാത്രം റീപ്ലേസ്. ഗ്ലാസ് മാറിയിട്ടുണ്ടോ? ഇല്ല, ഗ്ലാസ് ഒന്നും മാറിയില്ല, ഡിക്കി മാത്രമേ മാറിയിട്ടുള്ളൂ. നിലവിൽ അതായത് ഇവരുടെ യാർഡിലാണ് വണ്ടി ഉള്ളത്. അപ്പം എന്ന് വെച്ചാൽ പൊടി, ബാക്കി ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒക്കെ ക്ലിയർ ആയി കൊടുക്കുമല്ലോ? ഓക്കെ. അത് പലർക്കും ഡൗട്ട് ഉണ്ടാവും. വീഡിയോ കാണുമ്പോൾ ഇന്ത്യ റെക്സ്റ്റർ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആക്കിയിട്ടേ വണ്ടി തരുള്ളൂ. ഓക്കെ. പ്രൈസ് എങ്ങനെയാണ്? പ്രൈസ് നമുക്കൊരു 3.10 പറയാം. ചോദ്യം കുറച്ച് കൊടുക്കാലോ? കൂളായിട്ട്. ഓക്കെ. 3.10 20 മോഡൽ RXL ക്വിഡ്, 45,000 കിലോമീറ്റർ, സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോളൂ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് മാരുതി സുസുക്കി ബലേനോ KL13 കണ്ണൂർ രജിസ്ട്രേഷൻ വാഹനമാണ്. ഇപ്പോൾ കാണുന്നല്ല കണ്ണൂർ തന്നെയല്ല, കണ്ണൂർ ഭാഗത്ത് തന്നെയല്ല. അത് എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? വണ്ടി 2018 മോഡൽ വണ്ടി. 18 ആണ്. ഓക്കെ. സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ. ഓട്ടം 55,000. 18-ൽ 55,000. ഏതോ ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ സീറ്റ ആണല്ലേ? പുഷ് ബട്ടണും അലോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആൽഫയില് എന്തോ ചെറിയ മാറ്റേ ഉള്ളൂ, കാര്യമായിട്ടുള്ള മാറ്റമൊന്നുമില്ല. എന്തോ മാറ്റമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഓക്കെ. അപ്പോൾ 18 മോഡൽ, 55,000 കിലോമീറ്റർ ഓടിയ സീറ്റ ബലേനോ, സിംഗിൾ ഓണർഷിപ്പ് തന്നെ. ഓക്കെ. ഒരു ക്ലെയിമില്ല? കുറച്ച് ടച്ചപ്പ് ഉണ്ട്. ഈ ബമ്പർ കോർണർ ചെയ്തു വരും. ഓക്കെ. അപ്പോൾ ബലേനോ ഒരു 12-15 റേഞ്ചൊക്കെ ആവറേജ് മൈലേജ് കിട്ടും. പെട്രോൾ വണ്ടിയാണ്. പിന്നെ പ്രൈസ് എങ്ങനെയാണ്? ഇത് നമുക്ക് ഫൈനലായിട്ട് 5.95. ഫൈനൽ റേറ്റാ? 5,95,000 രൂപയ്ക്ക് 2018 മോഡൽ സീറ്റ ബലേനോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോൺ ഒരു 5-5.5 വരെയൊക്കെ കിട്ടുമോ? സുഖമായിട്ട്. നല്ലൊരു പ്രൊഫൈലാണെങ്കിൽ 5-5.5 സുഖമായിട്ട് ലോൺ കിട്ടും അല്ലേ? അടുത്തത് ഒരു ഡീസൽ കോമ്പാക്ട് സെഡാൻ കാറ്റഗറിയാണ്. നല്ല മൈലേജ് നോക്കി നടക്കുന്നവർ എടുക്കാൻ പറ്റിയൊരു വണ്ടി. അതായത് 18-20 റേഞ്ചൊക്കെ എങ്ങനെയായാലും മൈലേജ് കിട്ടും. ലോങ്ങിലൊക്കെ പിടിക്കുകയാണെങ്കിൽ 20 മേലെ തന്നെ ഉറപ്പിച്ചും പറയാം. ലോങ്ങിലൊക്കെ പിടിക്കുകയാണെങ്കിൽ പിന്നെ സ്വിഫ്റ്റ് ആണ്, പേടിക്കേണ്ട ആവശ്യമില്ല. സ്വിഫ്റ്റ് ഡിസയർ. ഓക്കെ. സെയിം സാധനം തന്നെ. KL74 എവിടെയാ രജിസ്ട്രേഷൻ? കാട്ടാക്കടയാന്ന് തോന്നുന്നു. കാട്ടാക്കട. ഉറപ്പില്ല, മനസ്സിന് ഉറപ്പില്ല. എന്തായാലും അറിയാവുന്നവർ കമന്റ്സിൽ രേഖപ്പെടുത്തി. അതൊന്നുമില്ല, നമുക്കറിയാത്ത കാര്യമല്ല നമ്മൾ ചോദിച്ചത്, അതൊന്നും ചോദിക്കില്ല. പിന്നെ ഏതാ മോഡൽ ഇത്? ഇത് 2019 മോഡൽ ഡിസയർ ആണ്. ഡീസൽ വണ്ടി. ഡീസലിൽ ഏതാ ഓപ്ഷൻ വരുന്നത്? LDI. ഓക്കെ. ബേസ് ഓപ്ഷൻ ആണ്. പവർ വിൻഡോസ് ചെയ്തിട്ടുണ്ടോ? പവർ വിൻഡോസ് ഫ്രണ്ടിൽ രണ്ടും ചെയ്തിട്ടുണ്ട്, ബാക്കിൽ മാനുവലാണ്. ഓക്കെ. ഫ്രണ്ടിൽ 2 ഡോർ പവർ വിൻഡോ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ബേസ് ഓപ്ഷൻ ആണ്. പിന്നെ കിലോമീറ്റർ എത്ര? കിലോമീറ്റർ 90,000. ഓക്കെ. 90 ഓടിയിട്ടുണ്ട്. മേജർ സർവീസ് ഒന്നും ആയിട്ടുണ്ടാവില്ല. ഒരു 1.25 റേഞ്ച് ആയിരിക്കും അധികം വരിക. ഓക്കെ. ക്ലെയിമോ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. വണ്ടിയാ. ഓക്കെ. ഓണർഷിപ്പ് സെക്കൻഡ്.
സെക്കൻഡ് ഓണർ. ഓക്കെ, എത്രയാ പ്രൈസ് എങ്ങനെയാ നിങ്ങൾ? പ്രൈസ് നമുക്ക് 4.95. 4,95,000 രൂപയ്ക്ക് 2019 ഡീസൽ LDI ഈ ഒരു ഡിസൈർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. 2 ഡോർ അഡീഷണൽ പവർ വിൻഡോ ചെയ്ത വണ്ടിയാണ്. പ്രൈസ് എന്തെങ്കിലും മാറ്റം ചെയ്ത് കൊടുക്കാമല്ലോ? പ്രൈസ് നമുക്ക് നോക്കാം, കസ്റ്റമറായിട്ട് സംസാരിക്കുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കും. ഓക്കെ, ലോൺ എത്ര കയറും? ഒരു 4 വരെ കിട്ടുമോ? നല്ല ഒരു പ്രൊഫൈലുള്ള ആളാണെങ്കിൽ സുഖമായിട്ട് കയറും. വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് നമുക്ക് ഒരു ലാഗ് ഇല്ലാണ്ട് വേഗം കയറ്റിയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഡീസൽ വണ്ടി ഓട്ടം ഉള്ളവർ മാത്രം എടുത്താൽ മതി. കാരണം എന്താ വെച്ചാൽ വെറുതെ വെക്കുകയാണെങ്കിൽ വണ്ടിക്ക് പണി കിട്ടും. അതുകൂടെ ശ്രദ്ധിക്കുക. ഓട്ടം ഡെയിലി ഒരു മിനിമം ഒരു 50 കിലോമീറ്റർ ഒക്കെ അപ്പ് ആൻഡ് ഡൗൺ ഓട്ടം ഉള്ളവർ മിനിമം, അതിന്റെ മേലോട്ട് എത്ര ഉണ്ടെങ്കിലും പ്രശ്നമില്ല. അങ്ങനെ ഓടിക്കുന്നവരുണ്ടെങ്കിൽ എടുത്താൽ ബെറ്റർ ആണ്. ഓക്കെ, മുതലാവും, അല്ലാണ്ട് കാര്യമില്ല. അടുത്തത് ഒരു സ്റ്റൈലിഷ് കോമ്പാക്ട് SUV സെഗ്മെന്റ് ആണ്. റെനോ കൈഗർ KL1 തിരുവനന്തപുരം രജിസ്ട്രേഷൻ വാഹനം. ഇത് ടർബോ നോൺ ടർബോ? ടർബോ ആണ്. 1 ലിറ്റർ ടർബോ എഞ്ചിനാണ്. ഫുൾ ഓപ്ഷൻ അല്ലേ? ഫുൾ ഓപ്ഷൻ. ഏതാ മോഡല്? ഇത് 2022 മോഡൽ. 22 ഫുൾ ഓപ്ഷൻ. മാനുവൽ അല്ലേ? മാനുവൽ. ഓക്കെ, മാനുവൽ ടർബോ വാഹനം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഓൺ റോഡ് 12 ലക്ഷം സംതിങ് ഉണ്ട് വരുന്നുണ്ട് ഇപ്പോഴ് ഇതിന് ഓൺ റോഡ്. അന്ന് ഏകദേശം ഈ വില തന്നെയാണ് മാറ്റമൊന്നുമില്ല. അതന്നെ, വലിയ മാറ്റം സംഭവിച്ചത് അന്ന് കൂടുതലാന്ന് തോന്നേ. കാരണം അതിൻ്റെ അടക്കം എന്തോ മാറിയില്ല ടാക്സിന്റെ. ഓക്കെ, ടയറൊക്കെ നല്ല മോശത്തെ ടയറും കാര്യങ്ങളും. ടയറൊക്കെ ഗുഡാണ്. ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല അല്ല. ഓക്കെ, 22 മോഡലിൽ സിംഗിൾ ഓണർഷിപ്പ് തന്നെ? സെക്കൻഡ് ഓണർഷിപ്പ്. ടർബോ ആണ്. ടർബോ ആണെങ്കിൽ കൂടി ഒരു 14-16 ആ റേഞ്ചൊക്കെ ഏകദേശം മൈലേജ് കിട്ടും. 16 17 18 വരെയൊക്കെ കിട്ടും. നോക്കി ഓടിച്ചാൽ ടർബോ അധികം കയറ്റാണ്ടെന്നാൽ മതി, എന്നാൽ കിട്ടും, അത്യാവശ്യം മൈലേജ് കിട്ടും. പ്രൈസ് എങ്ങനെയാ? പ്രൈസ് നമുക്ക് 5.95. 5,95,000 രൂപയ്ക്ക് 2022 മോഡൽ ഫുൾ ഓപ്ഷൻ 1 ലിറ്റർ ടർബോ മാനുവൽ ഈ ഒരു കൈഗർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോ. ഒരു 5.5-5.25 വരെയൊക്കെ ലോണും കയറും. സുഖമായിട്ട് കിട്ടില്ല. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഫോക്സ് വാഗന്റെ ഒരു കോമ്പാക്ട് സെഡാൻ ആണ്. അതായത് ഏമിയോ, നമ്മുടെ പോളോന്റെ സെഡാൻ കാറ്റഗറി. പോളോന് ടിക്ക് വെച്ച വണ്ടിയാണ്. പിന്നെ അത്യാവശ്യം നല്ല ഡ്രൈവിംഗ് കംഫർട്ട്. അത് തന്നെയാണ് ഇങ്ങനത്തെ വാഹനങ്ങളുടെ ഒരു പ്രത്യേകത. ഓക്കെ, ഇത് പെട്രോളോ ഡീസലോ? പെട്രോൾ ആണല്ലേ. അപ്പോൾ പിന്നെ മെയിൻ്റനൻസ് ആയാലും പേടിക്കേണ്ട ആവശ്യമില്ല. മോഡൽ ഏതാ? മോഡൽ 2017 മോഡൽ പെട്രോളില് ഹൈലൈൻ ഫുൾ ഓപ്ഷൻ. ആ ടൈമിൽ ഏറ്റവും ടോപ്പിന്റെ വാഹനമാണ്. 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ അല്ലേ? ഓക്കെ, അപ്പോൾ മൈലേജ് ഒരു 11-14 റേഞ്ചൊക്കെ മൈലേജ് കണ്ടാൽ മതി. പിന്നെ പോളോനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വെച്ചാൽ 1.2 ലിറ്റർ നിങ്ങൾ പോളോ എടുക്കുകയാണെങ്കിൽ ഇതിന് കുറച്ചും കൂടി ഡിക്കി സ്പേസ് കിട്ടും. ലഗേജ് സ്പേസ് കുറച്ച് കുറവായിരിക്കും. അപ്പോൾ ആ ഒരു സൗകര്യമാണ് ഇതിന് മെയിനായിട്ട് കിട്ടുന്നത്. ബാക്കി ഓടിക്കാനുള്ള ആ ഒരു സുഖമൊക്കെ സെയിം എഫക്റ്റ് തന്നെ കിട്ടുകയും ചെയ്യും. പിന്നെ ടയർ ഭാഗം എല്ലാം ഒന്നുമില്ല. ഓക്കെ, നീറ്റ് വണ്ടിയാണ്. കിലോമീറ്റർ എത്രയും? കിലോമീറ്റർ 33,000. ഓക്കെ, ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സർവീസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, 33,000 മാത്രം ഓടിയ 17 മോഡൽ ഹൈലൈൻ പെട്രോൾ എമിയോ ആണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. പ്രൈസ് എങ്ങനെയാ? 4,45. ഫൈനലാണോ അതോ എന്തെങ്കിലും മാറ്റം ഉണ്ടാവോ? അത് നമുക്ക് സംസാരിച്ച് നോക്കാം. നേരത്തെ നോക്കിയിട്ട് കാര്യങ്ങൾ എന്താണെന്ന് ചെയ്യാം. 4,45 ലോണും കിട്ടാൻ ചാൻസ് ഇല്ല. 2017 വണ്ടിയല്ലേ, 4 ലക്ഷം വരെ കിട്ടൂല. ഇനി ഒരു ഓട്ടോമാറ്റിക് സെഗ്മെന്റ് വണ്ടി നോക്കുന്നവർക്ക് പറ്റിയൊരു വണ്ടിയാണ്. ആൾട്ടോയുടെ കേട്ടൻ KL58 തലശ്ശേരി രജിസ്ട്രേഷൻ വാഹനമാണിത്. ഏതാ മോഡല്? ഇത് 2015 മോഡൽ 16 രജിസ്ട്രേഷൻ. 15-16. ഓക്കെ, ഓട്ടോ എത്രയായി? ഓട്ടം 33,000. ലോ കിലോമീറ്റർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. അതായത് അമ്മേന്റെ അടുത്ത് നിന്ന് മകളെ പേരിലേക്ക് മാറ്റി. അങ്ങനെ മാറിയതാണ്, വീട്ടിൽ തന്നെ മാറിയതാണല്ലേ? ഓക്കെ, ക്ലെയിം റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ആക്സിഡന്റ് ക്ലെയിം അങ്ങനത്തെ ഒരു വിഷയമില്ല. ഓക്കെ, നീറ്റ് കേട്ടനാണ്. ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മൈനർ സ്ക്രാച്ചസും കാര്യങ്ങളും ബമ്പറിലുണ്ട്. അത് ക്ലിയർ ചെയ്ത് തരും. ബാക്കി വണ്ടി ലുക്കാണ്. ഇന്ത്യൻ എക്സ്റ്റർ വൈസ് ബാക്കി ഓക്കെയാണ്. പിന്നെ ആൾട്ടോ കേട്ടൻ AMT ഗിയർ ബോക്സ്. ഏകദേശം ഒരു 14-18 വരെയൊക്കെ മൈലേജ് കിട്ടും. മൈലേജ് ഓക്കെ ഏകദേശം കിട്ടും. അതായത് സെലറി ഓട്ടോമാറ്റിക് നോക്കുന്നുണ്ടെങ്കിലും വാഗണർ ഓട്ടോമാറ്റിക് നോക്കുന്നുണ്ടെങ്കിലും പരിഗണിക്കാൻ പറ്റിയ സെയിം വണ്ടിയാണ്. K സീരീസ് എഞ്ചിൻ തന്നെയാണ് വരിക. പ്രൈസ് എങ്ങനെ ഇപ്പോൾ? നമുക്ക് 2.95 വണ്ടി കൊടുക്കാം. 15 മോഡൽ 16 രജിസ്ട്രേഷൻ അല്ലേ? ഓക്കെ, 2.95 നിങ്ങൾക്ക് കൊണ്ടുപോകാം. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോ. മാക്സിമം ലോണും കിട്ടാൻ ചാൻസ് അല്ലേ വണ്ടിയിൽ? മാക്സിമം ലോൺ എന്തായാലും കിട്ടൂല. ഓക്കെ, അടുത്ത വണ്ടിയിൽ അടുത്ത വാഹനം i10 ഗ്രാൻഡ് ആണ്. KL13 കണ്ണൂർ വണ്ടി. ഇതെന്താ മോഡല്? ഇത് 2017 മോഡൽ. ഓക്കെ, i10 ഗ്രാൻഡ് സ്പോർട്സ് ആണ്. ടോപ്പിന്റെ താഴെ വരുന്ന ഓപ്ഷൻ ആണ്. പിന്നെ കിലോമീറ്റർ 55,000. 55,000. സിംഗിൾ ഓണർഷിപ്പ്.
സിംഗിൾ ഓൺഷിപ്പ്. ക്ലെയിമും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിമും കാര്യങ്ങളൊന്നുമില്ല, ആക്സിഡന്റ് ക്ലെയിം അങ്ങനത്തെ ഒന്നുമില്ല, ഒരു ഹിസ്റ്ററി ഇല്ല. ഓക്കെ. 17 സ്പോർട്സ് സിംഗിൾ ഓൺഷിപ്പ് കിടക്കുന്ന വണ്ടിയാണ്. പുഷ്പട്ടനോ അലോയ്സ് ഉണ്ടാവില്ല. ബാക്കി മിറർ അഡ്ജസ്റ്റ്മെന്റ് അടക്കമുള്ള ഫീച്ചേഴ്സ് എല്ലാം വരും. ബാക്ക് വൈപ്പർ ഉണ്ടാവില്ല, ഡിഫോഗർ വരും. ക്ലെയിമും കാര്യമൊന്നുമില്ല. ഒരു 12-15 റേഞ്ച് ഏകദേശം മൈലേജ് കിട്ടുള്ളൂ, അതിൻ്റെ ഉള്ളിലേ കിട്ടുള്ളൂ. നല്ല നീറ്റ് വണ്ടി. ഓക്കെ. അപ്പോൾ പ്രൈസ് എങ്ങനെയുണ്ട്? പ്രൈസ് നമുക്കൊരു 375 വണ്ടി കൊടുക്കാം. ഓക്കെ. 17 മോഡൽ അല്ലേ? 17 3,75,000. എന്തെങ്കിലും മാറ്റം ചെയ്ത് കൊടുക്കാമല്ലോ? നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഫൈനലല്ല പറയുന്നത്, നോക്കിയിട്ട് എന്തെങ്കിലും ചെയ്തു തരും. പിന്നെ ലോൺ ഒരു 3-3.25 വരെ കിട്ടും. ഓ, സുഖമായിട്ട് വരും. നല്ല പ്രൊഫൈലും കാര്യങ്ങളാണ്, സുഖമായിട്ട് വരും. അത്യാവശ്യം നല്ല വണ്ടിയാണ്, ക്വാളിറ്റി വണ്ടിയാണ്. വണ്ടി എന്ന് വെച്ചാൽ ഓടിക്കാനൊക്കെ നല്ല രസമാണ്. ഹ്യുണ്ടായുടെ ആ ഫീച്ചേഴ്സും ആ ലുക്കും എല്ലാം കൊണ്ടും വണ്ടി അടിപൊളിയാണ്. പക്ഷെ മൈലേജ് പറയുന്നോട്ട് ഒരു 12-15 അകത്തേ കിട്ടുള്ളൂ, മേലോട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തത് വീണ്ടും ഒരു സെഡാൻ കാറ്റഗറി KL 13 കണ്ണൂർ രജിസ്ട്രേഷൻ വരുന്ന എറ്റിയോസ് ആണ് ടൊയോട്ടയുടെ. ഇതേതാ മോഡൽ ബ്രോ? ഇത് 2017 മോഡല് എറ്റിയോസ് ആണ് വരുന്നത്. ഏതാ ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ VX, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. പെട്രോൾ VX എന്ന് പറയുമ്പോൾ പെട്രോളാണ് വരിക. ഫുൾ ഓപ്ഷൻ. ഒരു 12-15 ഏകദേശം മൈലേജ് കിട്ടും. പിന്നെ മെയിൻ്റെനൻസ് സൈഡ് ടൊയോട്ടയാണ്, അറിയാലോ. വളരെ സിമ്പിൾ ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റും. കിലോമീറ്റർ എത്രയായി? കിലോമീറ്റർ 22,000. ലോ കിലോമീറ്റർ ആണ് അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. ഒരു ക്ലെയിമോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, നല്ല മുത്ത് വണ്ടി. ഓക്കെ. ടയർസ് ഒക്കെ പുതിയതാ? പുതിയ ടയർ, പുതിയ ടയർസ് ആണല്ലേ? ഓക്കെ. അപ്പോൾ വേറൊരു ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ലാത്തൊരു നീറ്റ് 22,000 കിലോമീറ്റർ ഓടിയ ടൊയോട്ട എറ്റിയോസ് ആണ്. ഇനി മൈലേജ് കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ വണ്ടിയിലൊക്കെ CNG ചെയ്താൽ നല്ല മൈലേജ് കിട്ടും. ഇതിലൊക്കെ ആകുമ്പോൾ ഡിക്കി സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലഗേജ് സ്പേസ് കുറയൂല. അതായത് ഒരു സൈഡിൽ സിലിണ്ടർ വന്നാലും പ്രശ്നമില്ല. ഹാഷ് ബാക്ക് ചെയ്യുന്ന ഫീലല്ല സഡാനിലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ. അത്യാവശ്യം മൈലേജ് കിട്ടും. ലോങ്ങിലൊക്കെ ഓടിച്ചു പോകാനൊക്കെ അടിപൊളി കംഫർട്ടുള്ളൊരു വണ്ടിയാണ്. പിന്നെ നമ്മൾ നേരത്തെ ഒരു എമിയോ കണ്ടു, അതും 17 മോഡലായിരുന്നു. അതും ഏകദേശം ഇതേ കിലോമീറ്റർ തന്നെ, 30 സംതിങ് ഓടിയത്. അതിൻ്റെ വില 445 വീഡിയോ ചോദിച്ചത്. പക്ഷെ ഇതിലേക്ക് വരുമ്പോൾ മാർക്കറ്റ് മാറുന്ന കണ്ടോ? ഇത് എത്ര ചോദിക്കുന്നത് ഇപ്പോൾ? 530. തോന്നുന്നു. ഓക്കെ. 5,30,000. അതാ മാർക്കറ്റ് വ്യത്യാസമുണ്ട് ഓരോ ബ്രാൻഡിൻ്റെയിലും. ഓക്കെ. അപ്പോൾ പ്രൈസ് നെഗോഷ്യബിൾ ആണ്. എന്തായാലും പ്രൈസ് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ താല്പര്യം ഉണ്ടോ നോക്കിയോ? ഒരു 4.25 വരെയൊക്കെ ലോണും കയറില്ല. ഓ, സുഖമായിട്ട് വരും. നല്ലൊരു പ്രൊഫൈലാണ്, അടിപൊളി. അടുത്തതാ വീണ്ടും ഒരു 1000 cc ഓട്ടോമാറ്റിക് വാഹനമാണ്. റിനോ ക്വിഡ് KL 60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ വരുന്ന വാഹനം. ഏതാ മോഡൽ ഇത്? 2016 മോഡൽ, 17 രജിസ്ട്രേഷൻ. ഓക്കെ. ഫുൾ ഓപ്ഷൻ RXT. ഓക്കെ. ഓട്ടോമാറ്റിക് 1000 cc ആണ്. സെയിം നേരത്തെ നമ്മൾ കേട്ടറിനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ ഏകദേശം മൈലേജ് ഒരു 14, 15, 18 വരെയൊക്കെ ഏകദേശം മൈലേജ് കിട്ടും. ക്ലെയിമും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? കിലോമീറ്റർ ഓണർഷിപ്പ്? കിലോമീറ്റർ 45,000. ഓണർഷിപ്പ് എത്രയായി? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. ഓട്ടോമാറ്റിക് ഫിഡ് ആണ്. ഫുൾ ഓപ്ഷൻ. ഒരു ക്ലെയിമും ഇല്ലാത്ത ഒരു നല്ല വണ്ടി. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നോക്കിക്കോ. 16 മോഡൽ, 17 രജിസ്ട്രേഷൻ. എത്ര കൊടുക്കാം നമുക്കിത്? വണ്ടി നമുക്കൊരു 2.5 രൂപയ്ക്ക് വണ്ടി. 2,50,000. ഏകദേശം 90%, 95 ലോണും കിട്ടും അല്ലേ? ഓക്കെ. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നോക്കിക്കോ. ലോൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ബാങ്കിങ് ട്രാൻസാക്ഷൻ, നിങ്ങളുടെ സിബിൽ സ്കോർ ട്രാക്ക്, ബാങ്കിങ് ട്രാക്ക് നോക്കിയിട്ടേ കിട്ടുള്ളൂ. എല്ലാ വണ്ടിക്കാരും, ഏത് വണ്ടിക്കാരും. ഓക്കെ. വണ്ടിക്ക് ഒരു മാർക്കറ്റ് വാല്യൂ ഉണ്ടാവും, അതിന് ബാങ്ക് കൊടുക്കും. പക്ഷേ ബാക്കി നമ്മുടെ ട്രാക്ക് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അടുത്ത വണ്ടിയിലേക്ക്. ടാറ്റ നാനോ ആണ് അടുത്തത്. KL 12 വയനാട് രജിസ്ട്രേഷൻ വരുന്ന വാഹനം. ഇതേതാ മോഡൽ? ഇത് 2015 മോഡൽ. 15 ഫുൾ ഓപ്ഷനാ? ഫുൾ ഓപ്ഷൻ വണ്ടി. XT. ഓക്കെ. 15. ഓട്ടം 21,000. മാനുവലാ? ഓട്ടോമാറ്റിക് XT. ഓക്കെ. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 25,000. 21. ഓക്കെ. അപ്പോൾ ഒരു ലോ കിലോമീറ്റർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെ എടുക്കാം. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഓക്കെ. ക്ലെയിമും കാര്യമൊന്നുമില്ല അല്ലേ? ഒന്നുമില്ല. ഒരു ഓട്ടോമാറ്റിക് വണ്ടി, ചെറിയ വണ്ടിയിൽ, അതായത് സിറ്റിയിലൊക്കെ കളിക്കാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ്. ട്രാഫിക്കിലൊക്കെ. പിന്നെ പ്രൈസ് എങ്ങനെയാണ്? പ്രൈസ് നമുക്ക് 1.5 രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. 1,50,000 രൂപയ്ക്ക് 15 മോഡൽ നാനോ. ഓട്ടോമാറ്റിക്. ഓക്കെ. അപ്പോൾ താല്പര്യം നോക്കിയോ. ലോണും കാര്യമൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. ആ മോഡലിൽ നിർത്തിയോണ്ടാണ്, വേറൊന്നുമല്ല. അടുത്ത വണ്ടിയിലേക്ക്. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനവും ഒരു ഓട്ടോമാറ്റിക് സെഗ്മെന്റ് ആണ്. A-Star KL 13 കണ്ണൂർ വണ്ടി തന്നെ. ഇതേതാ മോഡൽ ബ്രോ? ഇത് 2013 മോഡൽ വണ്ടി. 13 രജിസ്ട്രേഷൻ 13, മോഡൽ അല്ല 13. ഓക്കെ. KL 13. ഓട്ടം 65,000. ഏതാ ഓപ്ഷൻ? ഫുൾ ഓപ്ഷൻ ഓക്കെ. ZXi ഫുൾ ഓപ്ഷൻ പെട്രോൾ. അന്നത്തെ ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ് ആണ് കേട്ടോ ഇതിൽ വരുന്നത്. മാരുതിക്ക് ആ സമയത്ത് ഇതിലൊക്കെ ഉണ്ടായിരുന്നു ടോർക്ക് കൺവേർട്ടർ. പിന്നെയാണ് AMT-യിലേക്ക് മാറിയത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കയറ്റത്തിൽ വെച്ചാൽ പുറകോട്ട് ഇറക്കി പോകുന്ന പ്രശ്നം ഒന്നുമില്ല. ടോർക്ക് കൺവേർട്ടർ അടിപൊളി ഗിയർ ബോക്സ് ആണ്. ഡ്രൈവിംഗ് സ്മൂത്ത് ആയിരിക്കും. പക്ഷേ മൈലേജ് നോർമൽ AMT-ന്റെ മൈലേജ് കിട്ടൂല. ഓക്കെ. ഇതൊക്കെ നോക്കുകയാണെങ്കിൽ എനിക്കൊന്ന് ഒരു 14 വരെയൊക്കെ മാക്സിമം കിട്ടുള്ളൂ. ഇതിൻ്റെ ഉള്ളിലേ കിട്ടുള്ളൂ.
ഓക്കെ. ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ക്ലെയിമും കാര്യങ്ങളൊന്നും ഈ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടല്ലേ കൊടുക്കും അല്ലെ? അതെല്ലാം ക്ലെയിമും കാര്യങ്ങളും ചെയ്തിട്ടാണ് കൊടുക്കും. ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കിയിട്ടേ കൊടുക്കുള്ളൂ അല്ലേ? ഓക്കെ. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ. ഓക്കെ. സിംഗിൾ ഓണർ കിടക്കുന്ന വാഹനമാണ്. 13 മോഡൽ, ടോർക്ക് കൺവേർട്ടർ, ഗിയർ ബോക്സ് വരുന്ന ഫുൾ ഓപ്ഷൻ ZXi A സ്റ്റാർ. എത്ര കൊടുക്കാം ഇത്? നമുക്ക് 2,10 വണ്ടി കൊടുക്കാം. 2,10,000 രൂപയ്ക്ക് ഒരു ഓട്ടോമാറ്റിക് വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും വിളിച്ചോ. നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇവിടെ വേറെ സ്റ്റോക്കുകളുണ്ട് കേട്ടോ. സ്കോർപിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ സാൻഡ്രോ ഉണ്ട്, അങ്ങനത്തെ വണ്ടികളൊക്കെ ഉണ്ട്. 1 lakhന്റെ താഴെയുള്ള വണ്ടികളൊക്കെ ഉണ്ട്. ഏത് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ലൊക്കേഷൻ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. കൂത്തുപറമ്പ് കായലോടാണ്, കണ്ണൂർ കൂത്തുപറമ്പ് റൂട്ടിൽ കായലോടാണ് ലൊക്കേഷൻ വരുന്നത്. ഹൈവേ തൊട്ട് സൈഡിൽ തന്നെയാണ് മാർവൽ മോട്ടോഴ്സ്. അപ്പോൾ ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. താങ്ക് യു. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.